അതൊന്നും പറയില്ല. നിങ്ങൾക്കറിയാതെ എന്റെ സ്വഭാവം അനിയന്റെയും അമ്മയുടെയും കയ്യിൽ മോഷ്ടിച്ചതാണ്. ഗുണമാക്കിയ മനുഷ്യ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചിരിക്കുകയാണ്. അവരാരെയും ഞാൻ വിളിച്ചായിരുന്നു. നമ്മുടെ മക്കളെ അവരോ 5-6 വർഷമായിരുന്നു വിളിച്ചിട്ട്. നല്ല ഒരു ഇത്തവണയും അവന്മാർ വരുന്ന ലക്ഷണമില്ല. അവര് വരും, ഞാനാ പറയാം. ഇത് കേട്ടു തുടങ്ങിയിട്ട് കുറെ കാലമായി. മനുഷ്യ, നിങ്ങൾക്ക് ഇന്നേ വരെ തരാത്തൊരു സമ്മാനം ഞാൻ തരാൻ പോവാ. എന്താണെന്ന് പറയാമോ? മനസമാധാനമായി. അല്ല, പിന്നെന്താ? നമ്മുടെ മക്കളെല്ലാം വിദേശത്ത് നിന്ന് ഓണം മുഴുവൻ വരുന്നു എന്ന കാര്യം. ചുമ്മാ പാട്ട് പറയൂ. ഫോണടിക്കുന്നു. ആരാ? ഹലോ ഹലോ, ആരാ? അച്ഛനാണോ? ഇത് മോനാണ്. അമേരിക്കയാണ്. അമേരിക്കയിൽ എനിക്കുണ്ടല്ലോ വിശേഷം. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നു. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലോ? അതെ മോനെ മോനെ, അതെ, പുളിശ്ശേരി കൊണ്ടുവരണം. പുളിശ്ശേരിയിലാണച്ചി, നെടുമ്പാശ്ശേരി നിമ്മനത്താവളത്തിന്റെ പേരാ. അമ്മയ്ക്ക് കൊതിയാവുന്നുണ്ട് മക്കളെ, ഓടിവാ. ആ പഴയ സ്ഥലത്തിന്റെ വീട്. വഴി അത്ര തിട്ടമില്ല, ഞാൻ അച്ഛന് കൊടുക്കാം. ആ പഴയ വീട് തന്നെ. വേഗം വാ മക്കളെ. വാ, അവര് വരുന്നുണ്ടോ നോക്കാം. അത് ചേട്ടാ, എന്റെ ഈ ഡ്രസ്സിന് എത്ര ഡോളർ വില പറയും? എന്റെ നിന്റെ ഈ ഡ്രസ്സിന് ഞാൻ $150. അത് പറ്റില്ല, ഒരു $300 പറയണം. പിന്നെ നിങ്ങളുടെ അനിയനിക്കൊക്കെ ഉള്ളപ്പോ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. എന്റെ നിന്നെ ഞാൻ കൊച്ചാണോ? നീ എന്റെ പൊന്നു വരും. പിന്നെ നീ ആ നിൽക്കുന്ന മാവ് കൊണ്ടു. ആ മാവിന് ഒരുപാട് ചരിത്രമാണ്. എന്ത് ചരിത്രം? ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടല്ലോ, ഞങ്ങളെയൊക്കെ ആ മാവിൽ ഊഞ്ഞാലെത്തി ഞങ്ങളുടെ അച്ഛനും അമ്മയും എന്തുമാത്രം കാട്ടിയിരുന്നോ. എനിക്ക് സങ്കടമല്ല. 3 മാസം കഴിയുമ്പോ ആ മാവ് വെട്ടണം നോക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. അതെന്നാ അച്ഛനെ കുടിക്കാൻ 3 മാസത്തിനുള്ളിൽ അങ്ങനെ തീരുമാനമാകും. നിന്റെ ഈ പഴയ സ്വഭാവത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞത് നീ പറയാം പ്ലീസ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം. ശരി. അയ്യ, അവര് നിൽക്കണ നിൽപ്പാണോ? 3-4 പിള്ളേരുടെ തവണയാ നിൽക്കുന്ന നിൽപ്പാണോ? നാണമില്ല ഇവർക്ക്. ദൈവമേ, ഇട്ടുവിട്ട് മഴ പെയ്യാന്നെങ്കിൽ ഇതൊക്കെ അങ്ങ് ഒലിച്ചു പോയേനെ. എന്ത് വീട? അല്ലെന്ന് അവരുടെ ഒരു മേക്കപ്പ്. നീ ഉണ്ടല്ലേ നമ്മൾ കേൾക്കുന്നതിന് വളരുന്നല്ലേ? പിന്നെ എനിക്കിതൊന്നും കാണാൻ പഠിക്കത്തില്ല. ഒരു മയത്തിലൊക്കെ പറയും. ഒരു കിളവിയാണെന്നേ അത്. അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്തോ ഇല്ല, ഒന്നും പറയാൻ. അതെ, ഞാൻ ആ പഴയ രണ്ടങ്കാരിയാവേ. ഞാൻ നിന്റെ ഭർത്താവ്, നീ എന്റെ ഭാര്യ. അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചേട്ടാ, യാത്ര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്ര ഒന്നും പറയണ്ട എന്റെ പൊന്നനിയ. യാത്രയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ ഇൻവിറ്റേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് എയർപോർട്ടിൽ ഞാനല്ലേ ആള് കടന്നു പോയിട്ട് അപ്പൊ തന്നെ കൈ കാണിച്ചു. എന്നിട്ട് കയറി ഒരു ഇതത്ത് നെടുമ്പാശ്ശേരി എന്താ ഫ്ലൈറ്റില്ലേ? അതെല്ലാം പിന്നെ എനിക്ക് കിട്ടിയതാണെങ്കിൽ ഓർഡിനറി ഫ്ലൈറ്റ്. എനിക്കപ്പോ മനസ്സിലായി ഇങ്ങനെ പോയി ഓണം കഴിഞ്ഞു. ഞാൻ നേരെ പോയി പൈപ്പിട്ട് 500 എടുത്തു. എന്നിട്ട് പറഞ്ഞു പാളച്ചേട്ടാ മതി. പിന്നെ അവിടെ ഒറ്റ വീടായി. എന്നിട്ട് നെടുമ്പാശ്ശേരി നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? അച്ഛനും അമ്മയും ഒന്നിച്ച് ഒരു ഓണം ഉണ്ട്. പിന്നെ ഓണം ഉണ്ടാൻ വേണ്ടിയല്ലേ നമ്മളിവിടെ വന്നത്. അയ്യോ, ഞാൻ അച്ഛനെയും അമ്മയുടെ കാര്യം മറന്നു പോയിട്ടോ. ആണോ? പിന്നെ നമുക്കൊരു കാര്യം ചെയ്യും, പാചകത്തിനുള്ള പണം. എന്നാ ഒരു കാര്യം, അടുക്കളയിൽ കയറി പാചകം നോക്കാം. ഓക്കെ, അതെ, നമ്മൾ ഇവിടെയും പാചകം ചെയ്യും. ഇത് അമേരിക്ക. ഇന്നത്തെ ദിവസം നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താവ് അഡ്ജസ്റ്റ്മെന്റ്. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ. വേലാൽ നമുക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്റെ പൊന്നനിയ, എന്തൊരു പിന്നെ ഒരു അമ്മ തന്നെ മക്കളെ തീർച്ചയായിട്ടും ഒരു ആവേശത്തെ എപ്പോഴാ കത്തിക്കുന്നത് പറയാനില്ല. നമ്മുടെ പരിപാടിയല്ലേ. പിന്നെ ഞാൻ അറിഞ്ഞു, നെറ്റ് വഴി കണ്ടു. അയ്യേ, എന്ത്? അമേരിക്കയിൽ നിന്റെ ഓണാഘോഷവും പിന്നെ നിന്റെ മാവേലിയും. കലാപതിയിലെ ഉഗ്ര ഷോയായിരുന്നു. ഞങ്ങൾ തച്ചന്വേഷണ മത്സരത്തിന്
ആരാ ഇരിക്കണേ ആരാ ഇരിക്കുന്നേ? പിന്നെ ഞാനതിന് നടുങ്ങില്ലേ. പക്ഷെ ഞാനങ്ങ് 2 ദിവസത്തിൽ ചെന്നപ്പോ ഒബാമയുണ്ട് കിടുകിടായി എന്ന് വിറക്കിയ വിറയ്ക്കും. അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ആരാണെങ്കിലും രാവിലെ ആണ് കിട്ടിയില്ലേ വിറയ്ക്കും. അടിക്കാനിട്ടല്ല. പിന്നെ സംഭവം ഞാൻ അവസാനമായിട്ട് അറിയുന്നത് ഒബാമയുടെ അടുത്തുണ്ടായിരുന്ന അവിടെ ഒബാമ ചോദിച്ചു ഈ വന്നു പോണതാരാ. അത് ഞങ്ങളുടെ നാട് ദൈവമല്ലേ ഗോഡ്സ് കൺട്രി എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വിളിച്ചിട്ട് ഭയങ്കര വിശ്വസിച്ച പുള്ളി ശിവന്റെ ഭയങ്കരമാണ്. എല്ലാ ശനിയാഴ്ചയും ഡെയിലി മരുന്ന് പുള്ളി എല്ലാ ശനിയാഴ്ചയും ഡെയിലി പുള്ളിയുടെ വീടിന്റെ തൊട്ടടുത്ത ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. സത്യം അനിയ ലണ്ടനിൽ ഞാനും എന്റെ വൈഫും കൂടെ ഒരു തിരുവാതിര കഴിഞ്ഞ് ഓണാഘോഷത്തോടെ അനുബന്ധിച്ചുണ്ടായിരുന്നു. പിന്നെ സത്യം നീ പാടും ഈ ചുമന്നിരിക്കുന്നത് അത് സ്റ്റേജിലല്ല റൂമിലല്ല. അല്ലേ അവൾക്ക് ടൈം തെറ്റിയതാണ്. നമ്മളൊക്കെ നമ്മളതൊരു കുട്ടി പറഞ്ഞത് ഒരു കാര്യം അച്ഛനമ്മയുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഈ ഓണത്തിന് വാങ്ങണമെന്ന് വിചാരിച്ചതേ. പിന്നെ എനിക്ക് ഒരേ നിർബന്ധം. എന്ത് കപ്പതിനാ? ഇതെന്താ? അല്ല ഇപ്പൊ പറഞ്ഞല്ലോ എനിക്കൊരു അത് എലിയല്ല, എലിസബത്ത്. എന്റെ ദൈവമേ ഭാര്യ എലിക്കുച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയി. അവൾക്കാണ് ഒരേ നിർബന്ധം, അതുകൊണ്ട് വാങ്ങാം. പിന്നെ ഇവൻ മാനേജ്മെന്റിന്റെ കാര്യം റെഡിയല്ലേ? എല്ലാം റെഡി ആയിട്ടാ പറഞ്ഞത്. വേണമെങ്കിൽ വിളിച്ചു നോക്കാം. എന്നാ വിളിച്ചു നോക്കിട്ട് ചോദിക്കണ്ടായിരുന്നു അല്ലേ? ഹലോ. ഓ ശരി. ശരി ഓക്കെ. ഓൾഡ് ലൈനാണ്. ശരിയാ പുറത്തൊക്കെ എന്തിനു വരില്ല. അവർ വയറുതേ ഉണ്ടെന്ന്. ഓ അങ്ങനെ. അതെ അച്ഛനമ്മയ്ക്ക് അതെ അത് കാണുന്നുണ്ടോ? അച്ഛാ അമ്മ അച്ഛമ്മ ചമ അച്ഛമ്മ ചമോ. മക്കളെ, എന്റെ പൊന്നു മക്കളെ, മക്കളെ അനുഗ്രഹിക്കട. എന്താ ഇത് മോനെ? എന്താ നീ കാണിക്കുന്നത്? മറവിയല്ലടാ. ആരാ നിങ്ങളൊക്കെ? ഞങ്ങളുടെ മക്കള്. ആണോ? മക്കളാണല്ലേ? 6-7 വർഷം കഴിഞ്ഞ് കാണാറല്ലേ, അതിന്റെ ഒരു കാര്യം. നമ്മുടെ അച്ഛൻ ഓടാണല്ലേ ഒരു രസമില്ല. എന്ത് ചെയ്യും? എന്തുവാ മക്കളെ? അവിടെ ചൂണ്ടിക്കാണിച്ചാൽ അച്ഛൻ പറയുന്നെങ്കിൽ എന്ത് സന്തോഷം. എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. പിന്നെ ഇവന്മാരോട്ട് വന്നിരുന്നെങ്കിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. അതെ ഒരു കാര്യം, അച്ഛനും അമ്മയും അകത്തോട്ട് ചെയ്തു, നമ്മൾ ഇവന്റുകാരെ ഓർമ്മിക്കണം. ഹലോ ഇതെടുത്തു നീ ഹലോ ഐ എം റെഡി. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആദ്യം റെഡി. ഇവന്റ് മാനേജ്മെന്റ് എന്ത് കാര്യമായിട്ടുള്ളത് അത് നടത്തിയിരിക്കും, നടപ്പാക്കിയിരിക്കും. അനിയ, നമ്മുടെ ലണ്ടനിലൊരു സുഹൃത്തുണ്ട് ചെറിയ. അയാൾക്കൊരു മോളുണ്ട്. ആരെങ്കിലും അവൾക്ക് താഴ്ന്നു കിടക്കുന്നു. ഇവര് വിചാരിച്ച അവളാവാൻ പറ്റും. അപ്പോ അവിടെ എന്തോ സാധനം എടുത്ത് വെക്കാനുണ്ട്. സാധനം ചേട്ടൻ വരാൻ വേണ്ടി ചേട്ടൻ വരും പറഞ്ഞിട്ട് വരെ ഇപ്പൊ എത്തും. നമുക്ക് സംഭവം മോനെ, മോനെ അച്ഛൻ നമ്മുടെ അച്ഛനാവുന്ന കാര്യം പറയല്ലേ. ഞാൻ നിങ്ങളുടെ കുടുംബത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ നീ പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നത്.
കുട്ടി അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ഇവിടെ ഓണമായിട്ട് ഓണപ്പാട്ട് ഒന്നുമില്ലേ? തിരുവാതിര, അതാണോ ചോദിച്ചത്? തിരുവാതിര അതല്ല ഓണപ്പാട്ട്. അത് ഓണപ്പാട്ടല്ല, ഓണപ്പാട്ട്. ഓണപ്പാട്ട് മക്കളെ മക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നത് ഞങ്ങളോട് മീറ്റിംഗ് പറയാനാണോ അതോ നിങ്ങൾക്ക് പരസ്പരം മീറ്റിംഗ് പറയാനാണോ? അല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം. മക്കളെ സന്തോഷമായി. എന്തായാലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഓണാഘോഷിക്കുന്നത് അവിടെ നിന്ന് ഇവിടം വരെ വന്നത് സന്തോഷമായി. എന്റെ അമ്മ 6 വർഷം ഞങ്ങൾ വന്നിരിക്കുന്നതന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഓണാവധി കേൾക്കുക. അച്ഛനും അമ്മയും അവിടെ അവിടെയല്ല, ഇവിടെ കണ്ടോ? ഒരു മേശയോട് അടുത്തോ? അച്ഛനമ്മയോടൊപ്പം ഓണം കൊണ്ടല്ല ഇത്ര മൈലിൽ താണ്ടി ഞങ്ങളോട് വന്നത്. സന്തോഷമായി മക്കൾ, സന്തോഷം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അമേരിക്കയിൽ ഓണാഘോഷം എങ്ങനെയാ? ഭയങ്കര സംഭവം. പിന്നെ ചോറ് വേണ്ട, ചോറ് കൊടുക്കില്ല, ചോറ് കൊടുക്കില്ല. ക്യാബേജ് ക്യാബേജ് കൊടുക്കില്ല, ക്യാബേജ് കൊടുക്കല്ലേ. ഇവിടെ വേണോ? പപ്പടം കൊണ്ടുപോകാൻ മക്കളെ. പപ്പടം പപ്പടം കൊടുക്കരുത്. പ്രഷർ പ്രഷർ പ്രഷർ. ആ പ്രഷർ പ്രഷർ. പരിപ്പ് കൊടുക്കാമല്ലോ അല്ലേ? പരിപ്പ് ഗ്യാസല്ല കൊടുക്കല്ലേ. അച്ചാറ് കൊടുക്കാൻ വേണ്ടി ഒന്നും കൊടുക്കാൻ പാടില്ല. അച്ചാറ് പാടില്ലേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ചോറ് കൊടുക്കട്ടെ. ഒന്നും കൊടുക്കണ്ട. ഒന്നും പഠിക്കേ, പഠിക്കേ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരണം മക്കളെ. വെള്ളം എന്താ വെള്ളം വെള്ളം കൊടുത്തോ? പായസം 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 കൂടെ എടുത്തോ മക്കളെ. ഷുഗർ വെള്ളം അവന്റെ അച്ഛനമ്മ തോന്നും. എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു അല്ലേ? തൃപ്തിയായതല്ലേ? വയറ് നിറച്ച് കഴിച്ചതല്ലേ? എന്തായാലും അടിപൊളി ഓണായിരുന്നു. ഇവന്മാർക്ക് ഇവിടെ നല്ല പേരാണ്, നല്ല അല്ലേ? കൈ കഴിക്കണോ മക്കളെ? അമേരിക്കയിൽ എവിടെയാ കൈകാര്യം? അവിടെ എല്ലാം തുടക്കി തന്നെ. ഇതിലും വലുത് നമ്മൾ തുടച്ചോളാം. പിന്നെ ഇത് ഇപ്പൊ കഴിച്ച് കഴിഞ്ഞില്ല. ആരായിരുന്നു ബില്ലൊക്കെ എന്തുപാടാക്കണോ? ബില്ലൊക്കെ പറഞ്ഞു കുഴപ്പമില്ല. മൂത്ത ആള് മൂത്തവിടെ ഞങ്ങളൊക്കെ ഇല്ലുണ്ട്. അപ്പൊ ഇന്ന് എല്ലാം ഉൾപ്പെടെ പായസം സാമ്പാർ എല്ലാം ഉൾപ്പെടെ 30,000 രൂപ. എത്ര? 30,000 രൂപ. എല്ലാം ഇവിടെ എത്രയാണ്? 30,000 രൂപ. അതെ അതെ, ഞാൻ സാമ്പാർ കൂട്ടിയില്ല. ബാക്കിയുള്ള ചെയ്ത് കറിയിട്ടേ ഞാൻ കൂട്ടിയുള്ളൂ. ഇവന്റെ കൊടുത്തോ? എവിടെയാണ് പായസത്തിന്? പായസത്തിന് 6,000 രൂപ. ഇത് ഞാൻ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. ചേട്ടന് ഷുഗർ ഉള്ളതല്ലേ? പായസം കൂട്ടിയില്ലല്ലോ. ഇല്ല പപ്പടം കൂട്ടില്ലല്ലോ. ഇല്ല അവിടെ തൊട്ടില്ല. എന്നാ പിന്നെ ആരും തരുന്നു പറ. ഞാൻ ഒന്നിനെ കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങളാ കഴിച്ചത്. വാ ഇന്ന് വാ. എത്ര രൂപയായി? 30,000 രൂപ. അവർ കഴിച്ചതിന്റെ പൈസ ഞങ്ങൾ തന്നോളാം. സന്തോഷമായില്ലേ? എന്റെ പൊന്നു മക്കളെ, 5-6 വർഷം കൂടുമ്പോഴാണ് അവർ ഞങ്ങളുടെ മുന്നിൽ ഭക്ഷണം കഴിക്കുന്നത്. അത് തന്നെ നമുക്ക് സന്തോഷം അല്ലേ മനുഷ്യൻ? ഞങ്ങളുടെ ഭയം നിറഞ്ഞു. അപ്പോ പൈസ നാളെ വന്ന് വാങ്ങിച്ചോളൂ. ഇപ്പൊ നാളെ ഒന്ന് വാങ്ങിച്ചോളാം. മേടിച്ചോ? എന്നാ ശരി. ഇപ്പൊ നാളെ വരാം. കണ്ടോ നമ്മുടെ കുട്ടികളുടെ സ്നേഹം കണ്ടോ? എന്നാലെന്താ, നമുക്കവരെ കാണാനെങ്കിലും പറ്റിയല്ലോ. അതെ, അത് മതി.
മഴ വരുന്നേ നോക്കി. എന്റെ വിഷയം അതല്ല, ഈ കാട്ടിക്കുള്ള കുട്ടികൾ അറിയുന്നില്ലല്ലോ. നാളെ ഒരു ചോറ് ഞാൻ അവർക്കൊരു കരുതേണ്ടി